രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ വചനം ചിന്തിപ്പാൻ അവൻ നമുക്ക് അവസരം നൽകി തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ദീർഘമായ ഒരു പ്രസംഗം നടത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അല്പസമയം നമുക്ക് ദൈവവചനം വളരെ ശാന്തമായി ചിന്തിച്ച് അത് നമ്മുടെ ജീവിതത്തിൽ അത് ക്രിയ ചെയ്യുവാനും നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവവേദ്യമാക്കേണ്ടി വന്നാൽ സന്തോഷത്തോടെ അത് ഉൾക്കൊള്ളുവാനും നമ്മൾ ആത്മീയമായി പക്വതയുള്ളവരായി തീരുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. വായിക്കാം ഗലാത്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം വായിക്കാം. ഗലാത്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം. ആമേൻ. ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തരുത്. യേശുവിന്റെ ചൂടടയാളം എന്റെ ശരീരത്തിൽ വഹിക്കും. ഞാൻ യേശുവിൻ്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. വിശുദ്ധ പൗലോസിൻ്റെ ഒരു പ്രസ്താവനയാണ് ഇത് എന്ന് നമുക്കറിയാം. പൗലോസ് പ്രസ്താവിച്ച കാര്യങ്ങൾ ആവർത്തിച്ചു പറയുവാൻ പോലുമുള്ള അർഹത ഞാൻ ഉൾപ്പെടെ നമുക്കാർക്കും തന്നെയില്ല. എന്നാൽ ദൈവവചനമായതുകൊണ്ട് നമ്മളത് വായിക്കുകയും അത് ധ്യാനിക്കുകയും ചിന്തിക്കുകയും നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവവേദ്യമാക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. ഇവിടെ വിശുദ്ധ പൗലോസ് പറയുകയാണ്, ഞാൻ യേശുവിൻ്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഈ വണ്ടി വലിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന കാള, അല്ലെങ്കിൽ ഉഴുന്നതിനും അതുപോലെയുള്ള കാര്യങ്ങൾക്കും വേണ്ടി നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന കാളകളെ ശ്രദ്ധിച്ചിട്ടുള്ളവർക്കറിയാം, അതിൻ്റെ പിൻഭാഗത്ത് ഒരു 3-4 വരകൾ ഇങ്ങനെ കറുത്ത് കിടക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് ആ മൃഗങ്ങൾക്ക് ജന്മസിദ്ധമായിട്ടുള്ളതല്ല. അതിൻ്റെ യജമാനൻ അതിനെ ഉപയോഗിക്കുവാൻ അടിമയാക്കുന്നതിന് വേണ്ടി അതിൻ്റെ മേൽ ഇരുമ്പ് പഴിപ്പിച്ച് വെച്ചുണ്ടാക്കുന്ന പാടുകളാണത്. ആ പാട് ഒരു മൃഗത്തിൻ്റെ ശരീരത്ത് വീണ് കഴിഞ്ഞാൽ അത് ആ യജമാനന് അടിമയായി തീർന്ന് അതിൻ്റെ ആയുസ് മുഴുവൻ സ്വന്തം കാര്യത്തിന് വേണ്ടി ജീവിക്കാതെ യജമാനന് പ്രയോജനമുള്ള ഒരു ജീവിയായി ജീവിക്കത്തക്കവണ്ണം അത് അതിനെ സമർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ചുമട് ചുമക്കുന്നതിന് വേണ്ടിയും വണ്ടി വലിക്കുന്നതിന് വേണ്ടിയും ഉപയോഗിക്കുന്ന കാളകളുടെ കാലിൽ ലാടം അടിക്കാറുണ്ട്. അത് വളരെ നിസ്സാരമായ ഒരു കാര്യമല്ല. ഇരുമ്പ് കഷണമാണ് അതിൻ്റെ കാലുകളിൽ ആ കുളമ്പിൽ വെച്ച് അടിക്കുന്നത്. വളരെ നീളമുള്ള ആണി മൂലം ഇരുമ്പ് ആണി ആ മൃഗത്തിൻ്റെ കാലിൽ തുളച്ചു കയറ്റിയാണ് ആ ലാടം അവിടെ നിലനിർത്തുന്നത്. ഒരു മൃഗങ്ങളും അങ്ങനെ നാട്ടിൽ, വിശേഷിച്ച് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നത് കാളയാണ്. ആ കാള ഒരിക്കലും ബെയർഫൂട്ടായിട്ടല്ല അത് പോകുന്നത്. ചെരുപ്പ് പോലെ ഈ ഇരുമ്പ് ലാടത്തിലാണ് അത് നടക്കുന്നത്. പക്ഷേ ഈ ആണികൾ അടിച്ചു കയറ്റിയാണ് അത് സാധിക്കുന്നത്. വലിയ അലർച്ചയും നിലവിളിയുമാണ് ഈ മൃഗം ലാടവും ആ ഇരുമ്പും അതിൻ്റെ കാലുകളിലേക്ക് അടിച്ച് ഏൽപ്പിക്കുമ്പോൾ അനുഭവിക്കുന്നത്. ദിവസങ്ങളോളം നടക്കുവാൻ കഴിയാതെ ഈ മൃഗം ഒരു സൈഡിൽ ചരിഞ്ഞ് കിടന്ന് കരിഞ്ഞതിന് ശേഷമാണ് അത് നടക്കുന്നത്. എന്നാൽ അത് അതിനെ നടക്കുവാൻ പ്രാപ്തിയുള്ളതാക്കുന്നു. ഒരു ജീവിയുടെ ശരീരത്ത് പാട് വീഴണമെങ്കിൽ അതിൻ്റെ പിൻപിൽ ആഴമായ വേദനയുണ്ട്. വലിയ വേദന ഏറ്റെടുക്കുന്നവർക്ക് മാത്രമേ വലിയ കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ കഴിയുകയുള്ളൂ. വിശുദ്ധ പൗലോസ് വിളിച്ചു പറയുകയാണ്, ഞാൻ യേശുവിൻ്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. ഹല്ലേലൂയ. പറഞ്ഞു വിടുവാൻ എളുപ്പമുള്ള ഒരു കാര്യമാണത്. എന്നാൽ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു സൂചി കൊള്ളുന്ന വേദന ഉണ്ടാകണം. ഷുഗർ നോക്കാനായിട്ട് രാവിലെ ഒരു ചെറിയ ഒരു സൂചി നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും കൊണ്ട് നമുക്ക് 3 ദിവസത്തേക്ക് പിന്നെ കുളിരും പനിയുമാണ്. നോക്കൂ, എത്രയധികം വേദന ഏറ്റെടുത്താലാണ് ഒരുവന് ഒരു വ്യക്തിയുടെ അടിമയായി തീരുവാൻ കഴിയുന്നത്. താൻ ഒരിക്കൽ പറയുകയുണ്ടായി, യേശുവിൻ്റെ ശരീരത്തിൽ എന്തൊക്കെ കുറവുണ്ടോ അതെൻ്റെ ശരീരത്തിൽ പൂരിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ എത്രത്തോളം ഉന്മേഷവാനായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നല്ല,
എത്രത്തോളം എൻ്റെ യേശു എനിക്ക് വേണ്ടി അനുഭവിച്ചതിൽ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതെന്റെ സ്വന്തം പോലെ ഏറ്റെടുത്ത് ഞാൻ അത് അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ യേശുവിന്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. വിവിധ സന്ദർഭങ്ങളിലാണ് തൻ്റെ ശരീരത്തിൽ ആ ചൂടടയാളം ലഭ്യമാകുവാൻ ഇടയായി തീർന്നത്. പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഫിലിപ്പിയയിൽ അല്ലെങ്കിൽ യൂറോപ്പിൽ സുവിശേഷം അറിയിക്കുവാൻ പോകുവാൻ പൗലോസിന് പ്രേരണയുണ്ടായി, അല്ലെങ്കിൽ രാത്രി ദർശനമുണ്ടായത് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. അങ്ങനെ ആ പ്രദേശത്ത് ചെന്ന് അവിടെ സുവിശേഷം പ്രഘോഷിക്കുവാൻ തന്നെ ഒരാൾ ആത്മാവിൽ നിർബന്ധിച്ചതനുസരിച്ച് താൻ ആ പ്രദേശത്തേക്ക് കടന്നു പോകുവാൻ ഇടയായി തീർന്നു. അപ്പോൾ പൗലോസ് പറയുന്നത്, ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു, എന്നാൽ ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും ദൈവസഭയിൽ വന്നിരിക്കുന്നു. ദൈവം നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തതെല്ലാം നമ്മൾ ആവർത്തിച്ച് ഉരുവിടുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിച്ചതായി ആ സന്തോഷത്തോടുകൂടെ നമ്മൾ മടങ്ങിപ്പോകുന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ ചോദിക്കട്ടെ, യേശുവിന്റെ ചൂടടയാളം, ഹല്ലേലൂയ, എത്രയധികം പാടുകൾ അവന് ദേഹത്ത് നിനക്ക് വേണ്ടി വീഴുവാനിടയായി തീർന്നു. എത്രയധികം നൊമ്പരവും നിന്ദയും നിനക്ക് വേണ്ടി അവൻ ഏറ്റെടുക്കുവാനിടയായി തീർന്നു. സുവിശേഷത്തിന് വേണ്ടി, ആരാധനയ്ക്ക് വേണ്ടി, ആത്മാക്കളെ നേടുന്നതിന് വേണ്ടി, ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി ഒരു ചെറിയ വേദന അനുഭവിക്കുവാൻ നിനക്ക് കഴിയുകയില്ലെങ്കിൽ എങ്ങനെ നിനക്ക് ക്രിസ്തുവിനോട് അനുരൂപപ്പെടുവാൻ കഴിയും? ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതലേ, ക്രിസ്തുവിന്റെ മാർഗം അത് ഭൂമത്തയുടെ മാർഗമല്ല. ക്രിസ്തുവിന്റെ മാർഗം അത് സൗഭാഗ്യത്തിന്റെ മാർഗമല്ല. ക്രിസ്തുവിന്റെ മാർഗം അതെപ്പോഴും സന്തോഷം പ്രദാനം ചെയ്യുന്ന മാർഗമല്ല. ആ മാർഗത്തിൽ നിന്ദയുണ്ട്, ആ മാർഗത്തിൽ അപമാനമുണ്ട്, ആ മാർഗത്തിൽ വേദനകളുണ്ട്. എന്നാൽ ഈ നാമം ധരിച്ച് നീ കഷ്ടത അനുഭവിക്കേണ്ടി വന്നാൽ പത്രോസ് വിളിച്ചു പറഞ്ഞതുപോലെ എന്റെ കഷ്ടങ്ങളിൽ ഞാൻ, പൗലോസ് വിളിച്ചു പറഞ്ഞതുപോലെ എന്റെ കഷ്ടങ്ങളിൽ ഞാൻ പ്രശംസിക്കുന്നു. അങ്ങനെ കഷ്ടം അനുഭവിക്കേണ്ടി വന്നാൽ എനിക്ക് അഭിമാനമാണെന്ന് പത്രോസ് പറഞ്ഞതുപോലെ നമുക്ക് പറയുവാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം അതിന്റെ പക്വതയിലേക്ക് കടന്നു വരുവാനിടയാകുന്നത്. നോക്കൂ, അവിടെ ചെന്നു പൗലോസ് എവിടെ ചെന്നാലും സുവിശേഷം അറിയിക്കുവാൻ താൻ പരസ്യ സ്ഥലങ്ങൾ കണ്ടെത്താറുണ്ട്. സിനഗോഗുകളിൽ താൻ സുവിശേഷം പ്രസംഗിക്കാറുണ്ട്. എന്നാൽ ഇവിടെ ഫിലിപ്പിയിൽ ചെന്നപ്പോൾ സുവിശേഷം അറിയിക്കത്തക്കവണ്ണം തനിക്കൊരു സിനഗോഗ് കാണുവാൻ കഴിയാത്തത് കൊണ്ട് വ്യാപാരം നടക്കുന്ന ഒരു നദിയുടെ തീരത്ത് താൻ ചെല്ലുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ അവിടെ ഒരു വ്യക്തിയോട് അവിടെ താൻ സുവിശേഷം അറിയിച്ചു. ലുദിയ എന്ന് പേരുള്ള ഒരു സ്ത്രീയുടെ ഹൃദയം കർത്താവ് തുറന്നു. അവൾ യൂറോപ്പിലെ ഒന്നാമത്തെ വിശ്വാസിയായി തീരുവാൻ ഇടയായി തീർന്നു. അങ്ങനെ അവൾ ക്രിസ്തുമതത്തിലേക്ക് ആകർഷിക്കപ്പെട്ട് കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സന്ദർഭത്തിലാണ് ലക്ഷണവിദ്യ പറഞ്ഞ് യജമാനന്മാർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സ്ത്രീ പൗലോസിന്റെ പിന്നാലെ കൂടുവാനിടയായി തീർന്നു. അവൾ പൗലോസിന്റെ പുറകെ നടന്ന്, ഇവർ ദൈവത്തിന്റെ ദാസന്മാർ, അത്യുന്നതന്റെ മർമ്മങ്ങൾ നിങ്ങളെ അറിയിക്കുന്ന മനുഷ്യർ എന്നൊക്കെ പറഞ്ഞ് അസഹ്യപ്പെടുത്തിയപ്പോൾ താൻ തിരിഞ്ഞു നിന്ന് അവളിലുള്ള ഭൂതത്തെ ശാസിച്ചു. പിന്നെ സംഭവിച്ചത് എന്താണെന്നറിയാമോ? യജമാനന്മാരുടെ ലാഭം പോയി പോകുന്നു എന്നറിഞ്ഞ് അവരെ പട്ടണത്തിലുള്ള സകല ആളുകളും പൗലോസിനോടും ശീലാസിനോടും അതിന്റെ ലേഖകനായിരിക്കുന്ന ലൂക്കോസിനുമെതിരെ തിരിഞ്ഞിട്ട് പിന്നെ നമ്മൾ വായിക്കുന്നത് അവരെ ആ രാജസ്ഥാനത്തിരിക്കുന്ന നാടുവാഴിയുടെ അടുക്കൽ വരെ വലിച്ചിഴച്ചു കൊണ്ടുപോയി എന്നാണ്. ഈ അടുത്തിടെ പത്രം വായിച്ച് നിങ്ങൾക്കറിയാം, ബീഹാറിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ മോഷണം നടത്തിയ ഒരു മനുഷ്യനെ ബൈക്കിൽ വലിച്ചു കെട്ടി കൊണ്ടുപോയപ്പോൾ അവന്റെ ദേഹത്ത് എത്രയധികം മുറിപ്പാടുകൾ ഉണ്ടായി കാണുമോ, അതുപോലെ പൗലോസിനെയും കൂടെയുള്ള ആളുകളെയും വലിച്ചു കൊണ്ടുപോകുമ്പോൾ പൗലോസ് എന്താ പറഞ്ഞതെന്നറിയാമോ? എന്റെ യേശു ഏറ്റ ആ ആണിപ്പാഴുതുകളുടെ ബാക്കി എന്തെങ്കിലും എന്റെ ശരീരത്തിൽ ഏക്കുവാനായിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് അതിന് തീരുമാനിക്കുന്നു, ഞാൻ ഇന്ന് എന്നെ അതിന് സമർപ്പിക്കുന്നു. അവൻ സന്തോഷത്തോടുകൂടെ സുവിശേഷത്തിന് വേണ്ടി നിന്നതുകൊണ്ടാണ് അവന്റെ ശരീരത്തിൽ ആ പാടുകൾ ഉണ്ടാകുവാനിടയായി തീർന്നത്. അനന്തരം നമ്മൾ കാണുന്നത് കോലുകൊണ്ട് അവരെ അടിച്ചു. അവരുടെ വസ്ത്രം മുഴുവൻ ഉരിഞ്ഞ് എറിഞ്ഞ് കോലുകൊണ്ട് അവരെ അടിച്ച് രാത്രിയിൽ അവരെ കാരാഗ്രഹത്തിലാക്കിയിരിക്കുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവത്തിന്റെ പൈതലെ, സുവിശേഷം നിനക്ക് ലഭ്യമായത് അനായാസമായിട്ടാണെന്ന് നീ വിചാരിക്കരുത്. നീ രക്ഷയുടെ സന്തോഷത്തിലേക്ക് കടന്നു വന്നത് നിന്റെ പ്രവൃത്തി കൊണ്ടാണെന്ന് നീ വിചാരിക്കരുത്. എത്രയോ വിശുദ്ധന്മാർ അവരുടെ ശരീരത്തിലെ പാടുകൾ ഏറ്റെടുത്തത് കൊണ്ടാണ് ഇന്ന് നിനക്ക് അവരെ ആരാധിക്കുവാൻ കഴിയുന്നതെങ്കിൽ നീ ഇന്ന് പകൽക്കാലം ഏറ്റുപറ, യേശുവിന്റെ ചൂടടയാളം എന്റെ ശരീരത്തിൽ വഹിക്കേണ്ടി വന്നാലും, ക്രിസ്തുവിന്റെ സ്നേഹ
സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നത് ആര്? കഷ്ടതയോ, പട്ടിണിയോ, ഉപദ്രവമോ, നഗ്നതയോ, ആപത്തോ, വാളോ? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുവാൻ കഴിയുന്ന ശക്തി ഏതാണ്? ഹല്ലേലൂയ. ഒരു കാലത്ത് 1-ാം നൂറ്റാണ്ടിലെ വിശുദ്ധന്മാർ അവരുടെ ഉന്നമനം ലക്ഷ്യമാക്കാതെ, അവരുടെ ഉയർച്ച ലഭ്യമാക്കാതെ, അവരുടെ ലാഭം ലഭ്യമാക്കാതെ, അവരുടെ ജീവനെ, പ്രാണനെ അവർ വിലയേറിയതായി എണ്ണാതെ അത് ക്രിസ്തുവിന് വേണ്ടി വെച്ചു കൊടുത്തത് കൊണ്ടാണ് ഈ സുവിശേഷം ഇന്ന് വരെ വരുവാനിടയായി തീർന്നത്. ഹല്ലേലൂയ. ആ സന്ദർഭത്തിൽ മാത്രമല്ല, നിരവധി സന്ദർഭങ്ങളിൽ അങ്ങനെ സംഭവിച്ചത് നമുക്ക് തിരുവെഴുത്തിൽ നിന്ന് വായിക്കുവാനായിട്ട് കഴിയും. പ്രവൃത്തികളുടെ പുസ്തകം 14-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. പ്രവൃത്തികളുടെ പുസ്തകം 14-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം. പുരുഷാരത്തെ വശത്താക്കി പൗലോസിനെ കല്ലെറിഞ്ഞു. ഇതാണ് പശ്ചാത്തലം. ലുസ്ത്ര എന്ന സ്ഥലത്ത് അവർ സുവിശേഷ പ്രചാരണത്തിന് വേണ്ടി കടന്നുപോയി. ആദ്യം അവർക്ക് വലിയ പ്രതികൂലമായിരുന്നു അവിടെ. എന്നാൽ അവിടെ ഒരു രോഗി സൗഖ്യമായപ്പോൾ ജനങ്ങൾ അവർക്ക് അനുകൂലമായി തീരുന്നു എന്നുള്ള വാർത്ത പരന്നപ്പോൾ ദൂര സ്ഥലങ്ങളിൽ നിന്ന് യഹൂദന്മാർ ഓടി വന്നിരിക്കുന്നു. എന്തിന്? ഇവനെതിരെ കൂട്ടുകെട്ടുണ്ടാക്കുന്നതിന് വേണ്ടി. അങ്ങനെ കല്ലെടുത്ത് പൗലോസിനെ എറിഞ്ഞ് അവൻ അബോധാവസ്ഥയിലായി മരിച്ചുപോയി എന്ന് വിചാരിച്ചാണ് അവരേറെ അവസാനിപ്പിച്ചു പോയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. വേദശാസ്ത്രികൾ പറയുന്നത് 3-ാം സ്വർഗത്തോളം പൗലോസ് ഉയർത്തപ്പെട്ടത് ലുസ്ത്രയിൽ കല്ലേറേറ്റ് അവൻ അബോധാവസ്ഥയിലായപ്പോഴാണെന്നാണ്. ദൈവത്തിന്റെ പൈതല്, ഒരു ദൈവ പൈതൽ കല്ലേറേറ്റ് സുവിശേഷത്തിന് വേണ്ടി പ്രാണവേദന അനുഭവിക്കുമ്പോൾ സ്വർഗം ഒരിക്കലും അത് വെറുതെ ഇരിക്കുകയല്ല. സ്വർഗം തുറന്ന് അതിന്റെ തേജസ് നിന്നെ കാണിച്ച് പ്രതികൂലത്തിന്റെ മധ്യത്തിൽ നിന്നെ നിലനിർത്തി നിന്നെ മുമ്പോട്ട് നയിക്കുന്നതാണ് ഈ സുവിശേഷത്തിന്റെ ശക്തി എന്നുള്ള കാര്യം മറന്നു പോകരുത്. സ്തേഫാനോസിന് കല്ലെറിയുമ്പോൾ എന്റെ യേശു ദൈവസിംഹാസനത്തിന്റെ വലത്തു ഭാഗത്ത് നിന്ന് എഴുന്നേറ്റ് നിന്ന് അവനെ സ്വീകരിച്ചുവെങ്കിൽ നിന്റെ കഷ്ടതയ്ക്ക് പ്രതിഫലമുണ്ട്, നിന്റെ വേദനയ്ക്ക് പ്രതിഫലമുണ്ട്, നിന്റെ നിന്ദയ്ക്ക് പ്രതിഫലമുണ്ട്. ഞാൻ യേശുവിന്റെ ചൂടടയാളം എന്റെ ശരീരത്തിൽ വഹിക്കുന്നുവെന്ന് നിനക്ക് പറയുവാൻ കഴിയുമെങ്കിൽ നിനക്ക് വേണ്ടി എന്റെ കർത്താവ് ഒരു പ്രതിഫലം ശേഷിപ്പിച്ചിട്ടുണ്ട്. അതോർത്ത് ഞാൻ ഇന്ന് പകൽക്കാലം എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ഒരു വേദഭാഗം നമുക്കൊന്ന് വായിക്കാം. അപ്പോൾ അദ്ദേഹം കടന്നുപോയ വിവിധ സാഹചര്യങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. 2 കൊരിന്ത്യർ 11-ാം അധ്യായം അതിന്റെ 23 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. 2 കൊരിന്ത്യർ 11-ാം അധ്യായം 23 മുതലുള്ള വാക്യങ്ങൾ. ആമേൻ. ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം ഞാൻ തടവിലായി, നിരവധി അടി കൊണ്ടു, പലപ്പോഴും ഞാൻ പ്രാണഭയത്തിലായി, യഹൂദരാൽ ഞാൻ ഒന്നു കുറയെ 40 അടി 5 പ്രാവശ്യം കൊണ്ടു. യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് ഒരാളുടെ കണ്ടിന്യൂസ് ആയി 40 പ്രാവശ്യം അടിച്ചാൽ പിന്നെ ആളിനെ അടിക്കാൻ അനുവാദമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? 39ാമത്തെ പ്രാവശ്യം അടി നിർത്തിവെച്ച് വീണ്ടും തുടങ്ങുന്നത് 1 എന്ന് പറഞ്ഞാണ്. അങ്ങനെ 39 ഗുണം 5 അടി ഒറ്റ പ്രാവശ്യം ഏക്കുവാനിടയായി തീർന്നു. ഞാൻ യേശുവിന്റെ ചൂടടയാളം എന്റെ ശരീരത്തിൽ വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ കരയ്ക്കിരുന്ന് മീൻ പിടിക്കുന്നത് പോലെ അല്ലത്. തന്റെ ജീവിതം ചുടുവാൻ ഏൽപ്പിച്ചിട്ട് സുവിശേഷത്തിന് വേണ്ടി എന്താ കാര്യമെന്നറിയാമോ? ഞാൻ യഹൂദന്മാർക്ക് അടിമയാകുന്നു, ഞാൻ ബർബരന്മാർക്ക് അടിമയാകുന്നു, ഞാൻ ലോകത്തുള്ള സകല മനുഷ്യർക്കും സുവിശേഷം നിമിത്തം അടിമയാകുന്നു. ഏറ്റവും അവസാനത്തെ വ്യക്തി വരെ നിത്യതയ്ക്ക് അവകാശിയായി തീർന്നെങ്കിൽ മാത്രമേ എനിക്ക് സ്വസ്ഥമായിരിക്കാൻ സാധ്യമാവുകയുള്ളൂ. തന്നെയല്ല, തന്റെ ഹൃദയത്തിൽ, തന്റെ ശരീരത്തിൽ എത്രയധികം ചൂടടയാളം താൻ വഹിച്ചിരുന്നു, അതേപോലെയുള്ള അടയാളം തന്റെ ഹൃദയത്തിലും താൻ വഹിച്ചിരുന്നു. ഇന്ന് പോൽക്കാലം എന്നെ കേൾക്കുന്ന IPC കെബ്രോണിലെ ദൈവമക്കളോട് ഞാൻ ചോദിക്കട്ടെ, നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ച് നിനക്ക് എത്രയധികം ആത്മഭാരമുണ്ട്, എത്രയധികം അഭിപ്രായങ്ങൾ നമ്മൾ പറഞ്ഞു വിടുന്നു. ഹല്ലേലൂയ. നിന്റെ അടുക്കൽ വരുന്ന ഒരു ദേഹി നിത്യതയ്ക്ക് അവകാശിയാകാതെ അവൻ നഷ്ടമായി പോയാൽ നീ ദൈവത്തിന് കണക്ക് കൊടുക്കേണ്ടി വരുന്ന ഒരു ദിവസമുണ്ടെന്ന് ഓർത്തുകൊണ്ട് ദൈവത്തിന്റെ പൈതലെ, നിനക്ക് മുട്ടിന്മേൽ നിൽക്കുവാൻ കഴിയുമെങ്കിൽ നീ മുട്ടിന്മേൽ നിൽക്കണം. സാക്ഷ്യം വിളിച്ചു പറയുവാൻ കഴിയുമെങ്കിൽ നീ സാക്ഷ്യം വിളിച്ചു പറയണം. ആരെയെങ്കിലും സഹായിക്കുവാൻ നിനക്ക് കഴിയുമെങ്കിൽ നീ അത് ചെയ്യുന്നില്ലെങ്കിൽ ദൈവസന്നിധിയിൽ നിനക്ക് ചോദ്യമുണ്ട്. പൗലോസിനെ പോലെ പ്രാഗൽഭ്യത്തോടെ പറയുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ. ഞാൻ യേശുവിന്റെ ചൂടടയാളം എന്റെ ശരീരത്തിൽ വഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ,
സുവിശേഷത്തിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നവരെ ഈ നാളുകളിൽ എന്റെ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങിയാൽ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കും. എന്റെ ജീവിതത്തിൽ ഉന്നതി ഉണ്ടാകും, എനിക്ക് വളർച്ചയും വർധനവും ഉണ്ടാകും. ഇതൊക്കെ അതിന്റെ ഒരു സൈഡിലുണ്ട്. മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പേൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് നൽകി തരാമെന്ന് പറഞ്ഞ കർത്താവ് ഇതൊക്കെയും നൽകി തരുവാൻ മതിയായവരാണ്. എന്നാൽ നമ്മൾ അതുകൊണ്ട് തൃപ്തിപ്പെടുന്നവരാകുവാനല്ല. ദൈവത്തിന്റെ സന്നിധിയിൽ നിനക്ക് എന്ത് കാഴ്ചവെക്കുവാനുണ്ട്? ഹല്ലേലൂയ. ഒരു മനുഷ്യൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ നിൽക്കേണ്ടി വരുന്ന ഒരു ദിവസമുണ്ടെന്ന് ഓർത്തു വേണം നമ്മുടെ ക്രിസ്തീയ ജീവിതം ഓരോ ദിവസവും നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ. ഹല്ലേലൂയ. ആ വാക്യം ഒന്ന് വായിച്ചു തീർത്തെ. എത്രയധികം കഷ്ടതകളാണ് സുവിശേഷത്തിന് വേണ്ടി അദ്ദേഹം അനുഭവിച്ചത് എന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ആമേൻ. ഒരിക്കൽ കല്ലേറ് കൊണ്ടു 3 പ്രാവശ്യം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു. ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു. നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം പട്ടിണി, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ കൂടാതെ സകല സഭകളെ കുറിച്ചുമുള്ള ചിന്താഭാരം എന്ന തിരക്കും എനിക്കുണ്ട്. നോക്കൂ, സുവിശേഷത്തിന് വേണ്ടി ഒരു മനുഷ്യന്റെ ജീവചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന കാര്യം അവൻ എത്ര നില കെട്ടിടമുള്ള വീട് പണിതു എന്നുള്ളതല്ല, അവന്റെ മക്കളൊക്കെ ഏത് സ്ഥാനത്തായി തീർന്നു എന്നുള്ളതല്ല, അവൻ എത്രത്തോളം ഉന്നതമായ നാമം ഈ ലോകത്തിൽ ലഭ്യമായെന്നുള്ളതല്ല. ഞാൻ പലവട്ടം പട്ടിണി കിടന്നിരിക്കുന്നു, ഞാൻ അനവധി അടികൊണ്ടിരിക്കുന്നു, ഞാൻ വളരെയേറെ അധ്വാനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതലേ, 1-ാം നൂറ്റാണ്ടിലെ വിശുദ്ധന്മാരെ നിങ്ങൾക്കറിയാമോ? മെഴുകുതിരി കത്തിക്കുന്നത് പോലെ അവരുടെ ശരീരത്തെ തുണി ചുറ്റി അതിൽ എണ്ണയൊഴിച്ച് അവരെ കത്തിച്ച് വെളിച്ചം കണ്ട റോമാ ഗവൺമെന്റിനെ പരാജയപ്പെടുത്തിയാണ് സുവിശേഷം ഇന്ന് വരെ വന്നതെങ്കിൽ ഇതിനുവേണ്ടി എന്ത് വേദന അനുഭവിപ്പാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ട്, ഇതിനുവേണ്ടി എന്ത് ത്യാഗം അനുഭവിപ്പാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ യേശുവിന്റെ ചൂടടയാളം എന്റെ ശരീരത്തിൽ വഹിക്കുന്നുവെന്ന് ഓരോ ദൈവവൈദ്യനും വിളിച്ചു പറയുവാൻ ഉത്തരവാദിത്തപ്പെട്ടയാളാണ്. ഹല്ലേലൂയ. പ്രവൃത്തികളുടെ പുസ്തകം 27-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ തനിക്കുണ്ടായ കപ്പൽ ഛേദത്തെ കുറിച്ച് നമുക്ക് അവിടെ വായിക്കുവാനായിട്ട് കഴിയും. അത് വായിച്ചെന്ന് പൽക്കാലം വിശദീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. 14 രാത്രി സൂര്യനെയോ ചന്ദ്രനെയോ കാണുവാൻ കഴിയാതെ രക്ഷപ്പെടുമെന്നുള്ള ആശ നശിച്ച് എല്ലാം നഷ്ടപ്പെട്ട് കപ്പല് അത് ഇളകി അത് പീസ് പീസായി കഷണമായി മാറ്റപ്പെട്ട് നിൽക്കുമ്പോൾ പടയാളികളുടെ ആലോചന എന്തായിരുന്നു എന്നറിയാമോ? പൗലോസ് ഓടി രക്ഷപ്പെടാതിരിക്കാൻ, നീന്തി രക്ഷപ്പെടാതിരിക്കാൻ അവനെ കൊന്നുകളയണമെന്നുള്ള അഭിലാഷം നിലനിൽക്കുകയാണ്. ദൈവത്തിന്റെ മൈതലെ, നിസ്സാരമായിട്ടല്ല പൗലോസ് ജീവിത സായാഹ്നത്തിൽ വിളിച്ചു പറയുന്നത്, ഞാനിപ്പോൾ തന്നെ പാനീയാണകാലവും അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ എനിക്കൊരു കാര്യം പറയുവാനുണ്ട്. ഞാൻ നല്ല പോർ പൊരുതു, ഞാൻ ഓട്ടം തികച്ചു, ഞാൻ വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, തന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചിരിക്കുന്ന ഏവർക്കും കൂടെ. ഹല്ലേലൂയ. സ്വർഗത്തിൽ എന്ത് പ്രതിഫലത്തിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നതെന്ന് ഈ ആരാധന തീരുന്നതിന് മുമ്പ് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്ക്. സുവിശേഷത്തിന് വേണ്ടി എന്ത് ചെയ്തു? സുവിശേഷത്തിന് വേണ്ടി എന്ത് കഷ്ടം അനുഭവിച്ചു? എത്രയധികം നിന്ന ഏറ്റെടുക്കുവാൻ കഴിഞ്ഞു? ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതലേ, ഞാൻ യേശുവിന്റെ ചൂടടയാളം എന്റെ ശരീരത്തിൽ വഹിക്കുന്നു എന്നാണ് പൗലോസ് വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ. സ്മിർനയിലെ ബിഷപ്പായിരുന്ന പോളികാർപ്പ് പറഞ്ഞ ഒരു ഭാഗം ഞാൻ പറയട്ടെ. മാർക്കസ് അറിയേലിയോസ് എന്ന ചക്രവർത്തി തന്നെ കൊല്ലുവാനായി പിടിച്ചു നിർത്തിയപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, നീ ക്രിസ്തുവിനെ തള്ളിപ്പറയുകയാണെങ്കിൽ നിന്നെ വെറുതെ വിടാം, നീ ക്രിസ്തുവിനെ സ്വീകരിച്ചു പറയുകയാണെങ്കിൽ നിന്നെ കൊല്ലുവാൻ പോവുകയാണ്. ആ സമയത്ത് ആ ദൈവദാസൻ പറഞ്ഞത് ഇതാണ്, For 86 years I have served him and he never did any wrong. How can I blaspheme my king who have served me? Hallelujah. കഴിഞ്ഞ 86 വർഷം ഈ ലോകത്തിൽ എനിക്ക് ജീവിക്കുവാൻ അവസരം നൽകി തന്ന് എന്റെ പാപം ക്ഷമിച്ച് എന്നെ നിത്യതയ്ക്ക് അവകാശിയാക്കിയ എന്റെ ക്രിസ്തുവിനെ തള്ളി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. 2 കൈയും നീട്ടി മരണം വരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ പൈതലേ,
പീഡയുണ്ടായാൽ എത്ര പേർക്ക് സുവിശേഷത്തിന് വേണ്ടി നിൽക്കുവാൻ കഴിയും? എത്ര പേര് വേദപുസ്തകത്തിന് വേണ്ടി നിൽക്കുവാൻ കഴിയും? കഴിഞ്ഞ കാലങ്ങളിൽ എന്നെ ജയോത്സവമായി നടത്തിയ എന്റെ കർത്താവിനെ തള്ളിപ്പറയുവാൻ ഞാൻ തയ്യാറല്ല. അവന്റെ സുവിശേഷത്തിന് വേണ്ടി ഞാൻ മരിക്കുവാനും എന്റെ ദേഹത്ത് പാടുകൾ ഏറ്റെടുക്കുവാനും തയ്യാറാണ് എന്ന് വിളിച്ചു പറയുന്നവരെയാണ് ഇന്ന് പകൽക്കാലം എന്റെ രക്ഷകൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. പൗലോസിന്റെ ജീവിതത്തിൽ മാത്രമല്ല, പത്രോസിനെ കാരാഗ്രഹത്തിലാക്കിയത് നമുക്കറിയാം. യോഹന്നാനോട് ചെയ്തത് അതിനേക്കാൾ കഠിനതരമായ കാര്യമാണ്. നീറോ ചക്രവർത്തിയാണെന്നാണ് എന്റെ ഓർമ്മ. നീറോ ചക്രവർത്തി ഈ യോഹന്നാനെ പിടിച്ചു. എന്നിട്ട് എന്താ ചെയ്തതെന്നറിയാമോ? തിളച്ച എണ്ണയ്ക്കകത്ത് തന്നെ ഇടുവാനിടയായി തീർന്നു. തിളച്ച എണ്ണയ്ക്ക് പോലും അവനെ കൊല്ലുവാൻ കഴിയുകയില്ല എന്ന് വന്നപ്പോൾ വൈരാഗ്യം തീർക്കുവാനാണ് ആരുമില്ലാത്ത, മാനും മല്ലും മനുഷ്യനുമില്ലാത്ത പത്മോസ് ദ്വീപിലേക്ക് അവനെ നാടുകടത്തിയെങ്കിൽ അവൻ വിളിച്ചു പറയുന്നത് എന്താണെന്നറിയാമോ? കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി തീർന്നു. ഹല്ലേലൂയ. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി തീർന്നു. ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണതുകൊണ്ട് നിരാശനല്ല. ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണതുകൊണ്ട് ഞാൻ മനസ്താപത്തിലല്ല. എന്റെ ക്രിസ്തുവിന് വേണ്ടി എന്തും സഹിക്കുവാൻ ഞാൻ തയ്യാറാണ് എന്ന് വിളിച്ചു പറയുന്നവനാണ് യഥാർത്ഥ ഭക്തൻ. ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഇന്ന് പകൽക്കാലം ഞാൻ അവസാനിപ്പിക്കട്ടെ. ന്യൂ ഹൈബ്രൈഡ്സ് എന്ന് പേരുള്ള ഒരു ദ്വീപിലേക്ക് ഒരു സുവിശേഷകൻ കടന്നു പോകുവാനിടയായി തീർന്നു. ആ സുവിശേഷകൻ അവിടെ ചെന്നു. എല്ലാം പ്രതികൂലം, എല്ലാ സാഹചര്യങ്ങളും പ്രതികൂലം. തനിക്കുണ്ടായിരുന്ന 2 ആൺമക്കൾ പോഷണം ലഭ്യമാകാതെ, ആഹാരം ലഭ്യമാകാതെ ഓരോ ദിവസവും എല്ലും തോലുമായി തീർന്ന് തന്റെ കണ്ണും മുമ്പിൽ മരിക്കുവാനിടയായി തീർന്നു. ആ കുഞ്ഞുങ്ങളെ അടക്കുവാൻ വേറെ ആരുമില്ലാതെ താൻ തന്നെ ആ കുഞ്ഞുങ്ങളെ അടക്കുമ്പോൾ അദ്ദേഹം ഉദ്ധരിച്ച വാക്കുകൾ ഇതാണ്: ഗോതമ്പ് മണി നിലത്തു വീണ് ചാകുന്നില്ല എങ്കിൽ തനിയെ ശേഷിക്കുന്നു, ചത്തുവെങ്കിലോ വളരെ ഫലം കായ്ക്കുന്നു. ഇന്ന് ആ ദ്വീപ് ഒരു ക്രിസ്തീയ രാജ്യമാണ്. ഒരു ദൈവദാസൻ കൊടുത്ത വിലയാണത്. നമ്മുടെ കണ്ണുകളെ ഇന്ന് പോൽക്കാലം നമുക്ക് ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഞാൻ യേശുവിന്റെ ചൂടടയാളം, ഞാൻ യേശുവിന്റെ ചൂടടയാളം എന്റെ ശരീരത്തിൽ വഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ യേശുവിന്റെ ചൂടടയാളം എന്റെ ശരീരത്തിൽ വഹിക്കുന്നു. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നുവാൻ ദൈവത്തിന്റെ പൈതലെ എനിക്ക് നിങ്ങൾക്ക് കഴിയുമോ? ഹല്ലേലൂയ. നമ്മളെല്ലാം ദൈവസന്നിധി കടന്നു വരുന്നത് നമ്മൾ അനുഗ്രഹിക്കപ്പെടുവാനാണ്. വാസ്തവമായി നമ്മെ അനുഗ്രഹിക്കുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ്. നമുക്ക് നന്മകൾ പ്രദാനം ചെയ്യുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ്. യേശുവിന്റെ മാർഗം നിന്ദയുടെ മാർഗമാണ് എന്നുള്ളത് മറന്നു പോകരുത്. യേശുവിന്റെ മാർഗം അപമാനത്തിന്റെ മാർഗമാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. നമുക്ക് എന്ത് നേട്ടമുണ്ടെന്നുള്ളതല്ല, ക്രിസ്തുവിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യുവാൻ കഴിഞ്ഞു, എത്ര ആത്മാക്കളെ എനിക്ക് നേടുവാൻ കഴിഞ്ഞു, എത്ര പേരെ എനിക്ക് നിലനിർത്തുവാൻ കഴിഞ്ഞു, എത്ര പേരെ എനിക്ക് മുമ്പോട്ട് നയിക്കുവാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. ഞാൻ യേശുവിന്റെ ചൂടടയാളം എന്റെ ശരീരത്തിൽ വഹിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആരാണ് ഇതിന് മനസ്സുള്ളവരായി തീരുന്നത്? നിങ്ങളുടെ ദേഹം ചുടുവാൻ ഏൽപ്പിക്കുവാൻ ആരാണ് മനസ്സുള്ളത്? ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതലെ, ഞാനും നിങ്ങളും അമേരിക്കയിൽ ജീവിക്കുന്നു. അതുകൊണ്ട് നമുക്ക് എന്നും സുവിശേഷത്തിന് സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും എന്ന് തെറ്റായി ധരിക്കരുത്. ഹല്ലേലൂയ. ഈ സുവിശേഷം നമുക്ക് പ്രാഗൽഭ്യത്തോടെ പ്രസംഗിക്കുവാൻ കഴിയാത്ത ഒരു കാലത്തേക്ക്, ഒരു വലിയ അന്ധകാരത്തിന്റെ കാലത്തേക്ക് ഈ ലോകം നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ത്യാഗമനോഭാവമുള്ള മനുഷ്യരെ എന്റെ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തങ്ങളെ തന്നെ തകർക്കുവാൻ മനസ്സുള്ള മനുഷ്യരെ എന്റെ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പൗലോസിനെ പോലെ നമുക്ക് വിളിച്ചു പറയാം: ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എന്റെ ഓട്ടവും ദൈവ കൃപയുടെ സുവിശേഷം, കർത്താവ് എനിക്ക് തന്ന ശുശ്രൂഷയും തികക്കണമേ എന്ന് എനിക്കുള്ളൂ എന്ന് ഇന്ന് പകൽക്കാലം നമ്മൾ തീരുമാനിക്കുമെങ്കിൽ കർത്താവ് നമ്മെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവ് നമ്മൾ കൂടെ അനേകരെ രക്ഷയുടെ സന്തോഷത്തിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ത്യാഗ മനോഭാവത്തിന് വേണ്ടി, വിട്ടുവീഴ്ചയുടെ മനോഭാവത്തിന് വേണ്ടി, തങ്ങളെ തന്നെ തകർക്കുകയും താഴ്ചുകയും ചെയ്യുന്ന മനോഭാവത്തിന് വേണ്ടി എന്റെ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഈ വാക്കുകളാൽ കർത്താവ് നമ്മെ ആശീർവദിക്കട്ടെ. ഈ പാട്ടുപാടി നമുക്ക് ഒരുമിച്ച് നമ്മുടെ